എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡ് ലേഡി ആണ് കേട്ടോ. റെഡ് ലേഡി നമ്മൾ വെച്ച റെഡ് ലേഡി ആണ്. അപ്പോൾ അതിലത്തെ കായ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവം പൊട്ടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് തിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു അഹങ്കാരമാണ് നമുക്ക്. എന്നെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാം മറ്റുള്ളവരുടെ കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സാധനം ഇത് ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു ചെടിയോ രണ്ട് ചെടിയോ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനം കിട്ടും. അപ്പോൾ ഇത് ഈ സാധനം ഞാൻ ഒരു ഇവിടുന്ന് മറ്റേ എന്താ പറയുക, ഈ പച്ചക്കറി ചെടിയും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ, ഫ്രൂട്ട്സ് ഐറ്റംസ്, അവിടെ നിന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ടതാണ് ഈ റെഡ് ലേഡറി തൈ. അതിന് ഒന്നിന് 30 രൂപ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് മൂന്നെണ്ണം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചു. ഒന്ന് ഞാൻ ചവിട്ടി പൊട്ടിച്ചു, പെട്ടെന്ന് നടക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ഒന്ന് ചവിട്ടി പൊട്ടിച്ചു. പിന്നെ ബാക്കി രണ്ടെണ്ണം ഉണ്ടായാലും ഒന്നിൽ കായ ഉണ്ടായിട്ടില്ല, ഒന്നിൽ ഇഷ്ടം പോലെ കായ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, അതിൽ കുരു വളരെ കമ്മിയാണ്. പക്ഷേ റെഡ് ലേഡി പറഞ്ഞാൽ ശരിക്കും റെഡ് കളറാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ നമ്മുടെ വീട്ടിലത്തെ അത്ര റെഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. വേണ്ട ആ സൈഡിൽ എന്തോ സംഭവം കടിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ വലിയ കുഴപ്പമില്ല ഇനി. അപ്പോൾ അത് നമ്മൾ ചെറുങ്ങനെ ചെത്തി കളഞ്ഞു. അല്ല, പക്ഷേ 2 കായ ഞാൻ മുറിച്ചു. 3 കായ പൊട്ടിച്ചുകൊണ്ട് വെച്ചാലും 2 കായ മുറിച്ചു. പക്ഷെ ഒരു കായയിൽ ഇതാ ഇത്ര കുരുള്ളൂ. ഒരു കായയിൽ ഒറ്റ കുരു പോലും ഇല്ല. അല്ലോ, പക്ഷേ എന്താ ഭയങ്കര, ഞാൻ ഈ സാധനം എന്താ വെച്ചാൽ നമ്മൾ തോല് ചെത്തിയിട്ട് തിന്നുകയാണെന്ന് വെച്ചാൽ നല്ലതായിരുന്നു. പക്ഷേ തോല് ചെത്താനുള്ള ഒരു അവസരമൊന്നും നമ്മൾ എടുത്തില്ല. നമ്മൾ ഈ സാധനം പൂണ്ടു. എന്നിട്ട് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെ കടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ തിന്നില്ലേ. ഇതിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളത് പൊട്ടിച്ചിട്ടൊക്കെ തിന്നുകയാണ് കേട്ടോ. പക്ഷെ ഒരു പീസ് തിന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് നമ്മുടെ രീതിയിൽ തിന്നുകയാണ്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കണ്ടോ, ഇത് ഓരോ തരത്തിലാണ്. നമുക്ക് പീസാക്കിയിട്ട് തിന്നാം, ഇങ്ങനെ തിന്നാം. അപ്പോൾ സംഭവം സൂപ്പറാണ്. ഇത് നമ്മൾ വെച്ച സംഭവം നമ്മൾ തിന്നുമ്പോൾ അതിനൊരു അഹങ്കാരം. ആ അഹങ്കാരം എനിക്ക് അത്യാവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മളിത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു സംഭവമല്ലേ. ഇത് രണ്ടാമത്തെ ഇതാണ് കേട്ടോ. അതിലുണ്ട് ഒരൊറ്റ കുരു ഉണ്ടായിട്ടില്ല. ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അത്രയേ ഉള്ളൂ. അപ്പോൾ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളതിനെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എന്നാൽ ബായ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.